بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي علم القرآن علم الإنسان ما لم يعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഫാൻ ഒഴിവാക്കി AC ആക്കിയാൽ കുറച്ചുകൂടി ശബ്ദം കണ്ടെത്തും. ഫാൻ ഒഴിവാക്കി AC ആക്കിയാലേ ശബ്ദം കുറച്ചുകൂടി കണ്ടെത്തും. നമ്മളെ ഇവിടെ താഴെ സ്ലാബ് ഇട്ടതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ വയർ ഇങ്ങോട്ട് വരാനില്ല, കേബിൾ ഇങ്ങോട്ട് എത്തൂല. അതുകൊണ്ട് മൈക്ക് ഒഴിവാക്കി. അടുത്ത ആഴ്ച ശരിയാവും ഇൻഷാ അല്ലാഹ്. ഫാൻ ഓഫാക്കി. അപ്പൊ സൂറത്ത് അൽ ഖമർ അല്ലേ, 500 പേജ് 528 സൂറത്ത് അൽ ഖമർ 52-ാം അധ്യായം. ഓക്കെ, കിട്ടിയോ? പേജ് നമ്പർ 528 സൂറത്ത് അൽ ഖമർ 54-ാം അധ്യായം. 52 അല്ല, 54. മക്കയിൽ അവതരിച്ചതാണ്. ഓതി നോക്കാം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر فتول عنهم يوم يدعو الداع إلى شيء نكر خش عن أبصارهم يخرجون من الأجداث كأنهم جراد منتشر مهطعين إلى الداع يقول الكافرون هذا يوم عسر. അത്ര കണ്ട് അവിടുന്ന് ആണ്ട് വേറൊരു മേഖലയിലേക്ക് പോവാണ്. ആ ഒരു പേജ് വേണമെങ്കിൽ മുഴുവൻ ഓതാം അല്ലേ? അതായിക്കോട്ടെ, ആ ഒരു പേജ് മുഴുവനായിട്ട് ഓതാം. كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون وازدجر فدعا ربه أني مغلوب فانتصر ففتحنا عليهم أبواب السماء بماء منهمر. 529-ാമത്തെ പേജ്. وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر تجري بأعيننا جزاء لمن كان كفر ولقد تركناها آية فهل من مدكر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر فكيف كان. അതിനിടെ കദ്ദബത്ത് ആദ് എന്നൊരു സൂറ ആയത്തില്ലേ? كذبت عاد فكيف كان عذابي ونذر. അങ്ങനെ ആയതില്ലേ? ആ
إنا أرسلنا عليهم ريحا صرصرا في يوم نحس مستقر تنزع الناس كأنهم أعجاز نخل منقعر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت ثمود بالنذر فقالوا وبشر منا واحدا نتبعه إنا إذا لفي ضلال وسعر ألقي الذكر عليه من بيننا بل هو كذاب نشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر. അവിടെ അപ്പോ പുതിയൊരു അധ്യായം, വിശുദ്ധ ഖുർആനിലെ 54-ാമത്തെ അധ്യായം, 55 ആയത്തുകളാണ്. മക്കയിൽ അവതരിച്ചതാണ്. സ്വാഭാവികമായി മക്കി സൂറത്തുകളുടെ പ്രത്യേകത പെട്ടെന്ന് അവസാനിക്കുന്ന ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും പൊതുവിൽ ഉണ്ടാവുക. യഅലമൂൻ നല്ലാഹ ഖബീറും ബസ്വീർ യുഅ്മിനൂൻ എന്നിങ്ങനെ ദീർഘിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ആയത്തുകളാവില്ല. സാധാരണഗതിയിൽ മക്കി ആയത്തുകൾ ഉണ്ടാവുക. അൽ ഖാരിയ വൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ എന്നിങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നതും ചെറിയ ചെറിയ ആയത്തുകളും മക്കി സൂറത്തുകളുടെ ഭാഷാപരമായ പ്രത്യേകതയാണ്. വിഷയസംബന്ധിയായി തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നിവയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. തൗഹീദുമായി ബന്ധപ്പെട്ട മുൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, പ്രവാചകന്മാരുടെ ശത്രുക്കൾക്കുണ്ടായ പതനത്തിന്റെ ചരിത്രം, അതിൽ നിന്ന് പിൽക്കാലക്കാർക്ക് ലഭിക്കേണ്ടുന്ന ഗുണപാഠങ്ങൾ ഇത്യാദി കാര്യങ്ങൾ മക്കി സൂറത്തുകളുടെ പ്രത്യേകതയാണ്. സ്വാഭാവികമായും അൽ ഖമറും ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. മറ്റൊരു പ്രത്യേകത, സൂറത്തുൽ ഖമറിൽ 4 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ചോദ്യം ആവർത്തിക്കുന്നു. 3 സൂറത്തുകളിലാണ് ഇങ്ങനെ ഒരേ ആയത്തുകൾ ഒന്നിലധികം തവണ പലതവണയായി ആവർത്തിച്ചു വരുന്നത്. ഒന്ന് നമ്മൾ ഇനിയുള്ള സൂറത്തു റഹ്മാൻ, ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് 31 തവണ ആവർത്തിച്ചു വരും. മറ്റൊന്ന് സൂറത്ത് നബഇൻ അമ്മ യതസാഅലൂന നേരെ മുകളിലുള്ള സൂറത്തുൽ മുർസലാത്ത്, ഫവൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ എന്ന് 10 തവണ അതിൽ ആവർത്തിച്ചു വരും. മൂന്നാമത്തേത് ഇതാണ്. ഇവിടെ 2 കാര്യങ്ങൾ, 2 ആയത്തുകൾ ആവർത്തിച്ചിട്ടുണ്ടാകും. ഒന്ന് ഫകൈഫ കാന അദാബി വനുദുർ എന്നാണ്. മറ്റൊന്ന് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്നതാണ്. 4 തവണ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്ത്, ഈ സൂറത്ത് പഠിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ആദ്യത്തെ ചിന്ത എന്താ അറിയും? ഫഹൽ മിൻ മുദ്ദക്കിർ എന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഉത്ബോധനം കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറുണ്ടോ? ഫഹൽ മിൻ മുദ്ദക്കിർ. രണ്ടാമത്തത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. മനുഷ്യർ നന്നാകാൻ ആവശ്യമായ ഉത്ബോധനകളെല്ലാം അടങ്ങിയ ഈ വിശുദ്ധ ഖുർആൻ നാം വളരെ ലളിതമാക്കിയിരിക്കുന്നു, എളുപ്പമാക്കിയിരിക്കുന്നു. അപ്പൊ ഞങ്ങളത് പഠിച്ചാൽ പഠിയില്ല, ഈ പ്രായത്തിൽ ഇനിയിപ്പോ ഇതൊന്നും നടക്കൂല, അതൊക്കെ ഓല പണിയല്ല, ഓല ചെയ്തോളൂ, ഓലിക്ക് പറ്റണ പോലെ നമുക്ക് പറ്റൂല
എന്നൊന്നും പറയാൻ ഒരു വകുപ്പുമില്ലാത്ത രൂപത്തിൽ പരലോകത്ത് നിഷേധികളായ ആളുകൾക്ക് നിരത്താനുള്ള വാദമുഖങ്ങളെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു പറയും, അവരുടെ തെളിവും ന്യായവാദങ്ങളും എല്ലാം ഹുജ്ജത്തുഹും ദാഹിലത്തുൻ ഇൻദ റബ്ബിഹിം, എല്ലാം പൊളിഞ്ഞു പാളീസായിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഖുർആൻ എന്താണ്? ഖുർആൻ യസീറാണ്, യുസ്റാണ്, വളരെ ലളിതമാണ്. പക്ഷെ 10 മാസം കഷ്ടപ്പെട്ട് ഗർഭം ചുമന്ന് അതിഭീകരമായ വേദന അനുഭവിച്ചാൽ മാത്രമാണ് ഒരു ഉമ്മയാകുന്ന സന്തോഷം അനുഭവിക്കാൻ കഴിയും, അല്ലേ? ആണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. അത് നമ്മൾ ഓർമ്മിച്ചു വെക്കുന്ന സംഗതിയാണ്. കുറച്ച് ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറാവും, എന്നാൽ ഇത് നമ്മുടെ വഴിക്ക് വരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയുള്ളതാണ് ഫക്കൈഫ കാന അദാബി വനുദുർ. നാം അവർക്കെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു, നിദിർത്ത് ഇൻദാറുണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? ഫക്കൈഫ കാന അദാബി, ഞാൻ അവർക്കുമേൽ നടപ്പാക്കിയ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും കാര്യങ്ങൾ ഈ അധ്യായത്തിന്റെ ആമുഖമായി മനസ്സിലാക്കി. ഫകൈഫ കാന അദാബി വനുദുർ എന്ന് പറയുന്നത് ചില്ലറക്കാരെ കുറിച്ചല്ല. ഇതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് 1000 ആണ്ടുകൾ ജീവിച്ച നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായമാണ്. ആയുസ്സിൽ അവർ നമ്മളെക്കാൾ ചുരുങ്ങിയത് 10 ഇരട്ടിയെങ്കിലും അധിക കാലം ജീവിച്ചവരാണ്. അവരിൽ ഒരാൾ 60 മുഴം ഉയരമുണ്ടായിരുന്നു, ആവറേജ് ഉയരം. നമ്മുടെ ആവറേജ് ഉയരം 6 അടിന്റെ താഴെയാണ്. നമ്മളെക്കാൾ 10 ഇരട്ടി ഉയരവും അതിനനുസൃതമായ ശരീരവും ഉണ്ടായിരുന്നു അവർക്ക്. നമ്മളെക്കാൾ 10ഓ 15ഓ ഇരട്ടി ആയുസ്സും ഉണ്ടായിരുന്നു അവർക്ക്. ഫകൈഫ കാന അദാബി വനുദുർ. എന്നിട്ട് എന്തായി എന്നാ ചോദ്യം. ആ ആയുസ്സും ആരോഗ്യവും ഗുണപ്പെട്ടില്ല. ഇന്ന് വായിക്കാൻ കഴിഞ്ഞൊരു മെസ്സേജ് എന്താ അറിയോ? ഒരാൾ മരണപ്പെട്ടു, ഒരു അറ്റാക്ക് ഉണ്ടായതാണ്. അപ്പൊ ആളുകൾ അത് കണ്ടിട്ട് മയ്യത്ത് കാണാൻ ഓടിക്കൂടി. അവരിൽ ഒരാൾ ചോദിച്ച് പെട്ടെന്നായിരുന്നില്ലേ? നമ്മളെ സാധാരണ ചോദിക്കണ ചോദ്യം. അപ്പൊ പലരും അതേ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അല്ല, ആവശ്യമായ തിരിച്ചറിവിലുള്ള 40 കൊല്ലം പഠിച്ചോ കൊടുത്തിരുന്നു. കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെസ്സേജ് എന്താണ്? തിരിച്ചറിയാനും മടങ്ങാനും ഒക്കെ ഉള്ള 40 കൊല്ലം അല്ല കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചു വിളിച്ചത് അവരോട് പെട്ടെന്നല്ല. ഫകൈഫ കാന അദാബി വനുദുർ. ആ താക്കീത് എങ്ങനെയുണ്ടായിരുന്നു? ആകാശം മുട്ടെ വെള്ളമൊഴുകിയപ്പോൾ ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് മുകളിലൂടെ ധീരതയോടെ നീന്തിപ്പോകുന്ന മകനെ വിളിച്ച് വാപ്പ കരയുന്നു. യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ കയറടാ. മോൻ പറഞ്ഞെന്താ അറിയോ? സയഅസിമുനി ഇലാ ജബലിൻ യുഅസിമുനി മിനൽ മാഅന. ഇല്ല, എനിക്ക് നല്ല നീന്തലറിയാം. അത് വാപ്പാക്കറിയാലോ. ഞാൻ ഏതേലും മലമുകളിൽ പോയി കഴിച്ചിലേക്കോളാം. ഫകൈഫ കാന അദാബി വനുദുർ വകാന മിനൽ മുഗ്റഖീൻ. മുങ്ങി ചത്തുപോയി എന്നല്ല പറഞ്ഞു. എന്നിട്ട് ചോദിക്കാം നമ്മളോട്, ഫകൈഫ കാന അദാബി വനുദുർ. അങ്ങനെ ഉണ്ടായിരുന്നു. മെയ് മാസം കഴിഞ്ഞതിന് മുമ്പ് കാലങ്ങൾക്ക് ഇടയിൽ തുടങ്ങി അല്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ മനസ്സിലെന്താ അറിയോ? ഈ നിപ്പ് 2 ദിവസം കൂടി നിന്നാൽ പ്രളയം,
പിന്നെയും വരുന്ന. എന്നിട്ട് പള്ളിക്കൊക്കെ എത്ര ആള് വന്ന്? അതോ ഇതിന്റെ പേരിൽ പള്ളിക്കൊന്ന് ഒഴിവാകുകയാണ് ചെയ്തത്? മഴയാണ് പോകാൻ പറ്റാന്ന് അറിഞ്ഞിട്ട് അങ്ങാടിപ്പോക്ക് ഒഴിവായില്ല. ഒഴിവായോ? ജോലിക്കോക്ക് ഒഴിവായോ? ഇല്ല. കുടുംബ സന്ദർശനം ഒഴിവായോ? കല്യാണത്തിന് പോക്ക് ഒഴിവായോ? ഒഴിവായത് എന്താണ്? ജമാഅത്തിന് പള്ളി പോക്ക് ഒഴിവായത്. അപ്പൊ കൈപ്പാക്കാനാബി വരുന്നു. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആദ് സമുദായമാണ്. തടിമിടുക്കുകൊണ്ട് അഹങ്കരിച്ചവർ. മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെ തടയാൻ ആരുണ്ടോ എന്ന് വെല്ലുവിളിച്ചവർ. അല്ലേ? അതൻഹതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ വഇദാ ബതസ്തും ജബ്ബാരീൻ ഫത്തഖുല്ലാഹ വഅതിഊൻ. ഹൂദ് അലൈഹിസ്സലാമിന്റെ പ്രബോധനാണ്. എന്താണ്? അതൻഹതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ, നിങ്ങൾ മലഞ്ചെരിവുകളിൽ ആഡംബര വീടുകൾ ഉണ്ടാക്കുകയാണോ? ആരോടപ്പ ചോദ്യം? ഹൂദ് നബി ചോദിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ മലബാറിലെ മുസ്ലിമീങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണോ? وتنحتون من الجبال بيوتا فارهين أتنحتون من الجبال بيوتا فارهين وتتخذون مصانع لعلكم تخلدون. നിങ്ങൾ ഉണ്ടാക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾ കണ്ടാൽ നിങ്ങൾ ഇവിടെ കാലാകാലം ജീവിക്കാൻ വന്നവരാണെന്ന ഭാവമാണല്ലോ നിങ്ങൾക്കുള്ളത്. വൈദാ ബതസ്തും ജബ്ബാരീൻ, നിങ്ങൾ അഹങ്കാരികളുടെ അങ്ങേയറ്റത്താണല്ലോ ഉള്ളത് എന്ന് പച്ചമലയാളം. ഫത്തഖുല്ലാഹ വഅതിഊൻ, അത് വേണ്ട, അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ, എന്നെ അനുസരിക്കുവീൻ എന്ന പ്രബോധനം. പക്ഷെ അവരുടെ മറുപടി മൻ അശദ്ദു മിന്നാ ഖുവ്വതൻ എന്നാണ്. ഞങ്ങളെക്കാൾ കൂടിയവരാരുണ്ട് ഞങ്ങളെ തടയാൻ എന്ന്. എന്നിട്ട് എന്തറിയോ ഉണ്ടായതെന്നറിയോ? സൂറത്ത് അഹ്കാഫ് കൊണ്ട് വായിച്ചാൽ മതി. ഫലമ്മാ റഅൗഹു ആരിളം മുസ്തഖ്ബില ഔദിയതിഹിം ഖാലൂ ഹാദാ ആരിളും മുംതിറുനാ. ഒരു നാൾ അവരുടെ താഴ്വര, അവരുടെ വീടുകൾക്ക് മുകളിൽ മഴക്കാറ് മൂടി നിന്നു. മനഃപൂർവ്വം പറയുന്ന സന്ദർഭത്തിൽ ഉണ്ടാക്കി പറയണ അല്ലട്ടോ, കാലം തെറ്റിയതല്ല. കൃത്യമായി കണക്കുകൂട്ടി ഒരു മഴക്കാർ അവരുടെ താഴ്വരയിൽ വന്നു. അവർ പറഞ്ഞു ഹാദാ ആരിളും മുംതിറുന, ഇതാ മഴ പെയ്യാനിരിക്കുന്നു, മഴക്കാർ വന്നിരിക്കുന്നു. പക്ഷെ അള്ള പറഞ്ഞെന്താ അറിയോ? ബൽ, അല്ല മക്കളെ, അല്ല. ഹുവ മസ്തഅജൽതും ബിഹി, നിങ്ങൾ ഹൂദ് നബിയെ പേടിപ്പിച്ച, കളിയാക്കിയ, ഭീഷണിപ്പെടുത്തിയ അതുണ്ടല്ലോ, അതാണത്. റീഹുൻ, അതൊരു കൊടുങ്കാറ്റായി. ഫീഹാ അദാബുൻ അലീം, അതിൽ ഭയങ്കരമായ വേദനയേറിയ ഭയങ്കരമായ ശിക്ഷയായിരുന്നു നിറച്ചു വെച്ചിരുന്നത്. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ, അന്നാട്ടിലുണ്ടായിരുന്നത് മുഴുവനും നശിപ്പിച്ചു ആ കാറ്റ്. എന്നിട്ട് അവളോട് ചോദിച്ചു فكيف كان عذابي ونذر وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعا كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. ആദ് സമുദായത്തെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവർക്കുമേലൊരു കൊടുങ്കാറ്റാഞ്ഞടിച്ചു. അതൊരാഴ്ചക്കാലം രാവും പകലും 7 ലയാലിൻ വ8 അയ്യാം, 7 രാവുകളും 8 പകലുകളും ഒരാഴ്ചക്കാലം സൊറസറേ എന്നടിച്ചുട. ആ സൊറസറിൽ നിന്നുള്ളതാണ് ചെറസറേന്ന് മഴ പെയ്തു നമ്മൾ പറയില്ലേ, ആ സൊറസറിൽ നിന്നുണ്ടായി വന്നതാണത്. എന്തായി? ഫതറൽ ഖൗമ ഫീഹാ സൊറഅ, ജനം മരിച്ചു വീണു.
കഅന്നഹും അഅജാസു നഖലിൻ ഖാവിയ, കൊടുങ്കാറ്റത്ത് തകർന്നു കിടക്കുന്ന ഒന്നിച്ച് തകർന്നു വീണ ഈത്തപ്പനത്തോട്ടം പോലെ ഉണ്ടായിരുന്നു ആ കിടപ്പ്. ഒറ്റൊന്നും ബാക്കിയില്ല. ഫഹൽ തറാ ലഹും മിൻ ബാക്കിയ, എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പോയോക്കാണി വല്ലതോടെ ബാക്കിയുണ്ടോ? ഫകൈഫ കാന അദാബി വനുദുർ, ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മുടെ ഖുർആൻ ഒരിടത്തു നിന്ന് മാത്രമല്ല, ഉപോത്ബലകമായ ആയത്തുകൾ മറ്റിടത്തുനിന്ന് കൂടി കണ്ടെത്തി വായിക്കാനും പഠിക്കാനും നമ്മൾ ശ്രമിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം ജീവിതത്തിന് കിട്ടും. കൃത്യമായ ഒരു വഴി ജീവിതത്തിൽ വെട്ടിത്തെളിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ എന്തായി? 1000 ആണ്ടുകളുടെ ആയുസ് ഒന്നും വിട്ടായില്ല. പർവ്വത സമാനം ആരോഗ്യമുണ്ടായിരുന്ന തടിമുടുക്കുകൾ കൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല. മൂന്നാമത്തത് സമൂത് ഗോത്ര. നമ്മക്കറിയാവോ അമ്മ സമൂത് അല്ലേ? സമൂതല്ലതീന ജാബു സ്വഖറ ബിൽവാസ്, മല തുറന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് വിദഗ്ധരായിരുന്നു. ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട്, ഓഫീസ് റൂം, ബെഡ്റൂം അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് നിരത്തി പാറ തുറന്നിട്ട് ഉണ്ടാക്കിയിരുന്ന ആളുകൾ യുഗങ്ങൾക്ക് മുമ്പ്. ഇപ്പത്തെ നമ്മൾ എഞ്ചിനീയറിംഗ് വിദഗ്ധ ഒന്നും അവിടെ ഒന്നും അല്ലാന്നല്ല അതിന്റെ അർത്ഥം. എന്നിട്ട് എന്തായി? ആ കെട്ടിടങ്ങൾ അവിടെ നിർത്തി അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് പറഞ്ഞയച്ചു. ഉഗിലിക്കൂബിത്താകിയ ഒരൊറ്റൊരു ശബ്ദ പോയി അല്ലേ? അത് പറഞ്ഞിട്ടുള്ള പറഞ്ഞത് നാലാമത്തത് പറഞ്ഞത് ഫിറഔനാണ്. സുബ്ഹാനല്ലാഹ്. ആ ചങ്ങായിനെ കുറിച്ചിട്ട് നമ്മൾ വല്ലതും പറയണോ? എന്തായി പോയി പറയിപ്പിച്ചു അവസാനം. ഇത് ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു ഖാല ആമൻതു ബിലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറയിപ്പിച്ചു. അവസാന ശ്വാസം തൊണ്ടക്കുഴിയിലെത്തിയപ്പോൾ ബനൂ ഇസ്രായേലുകളൊക്കെ വിശ്വസിക്കുന്നത് പോലെ ഞാനും വിശ്വസിച്ചു ഇലാഹ് ഏകനാണെന്ന്. അപ്പൊ തിരിച്ചു വെച്ചെന്താ അറിയാ? ആൻ ഇപ്പോഴേ സമയായുള്ളൂല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ഇന്നല്ലാഹ യഖ്ബലു തൗബത മാ ലം യുഗർഗിർ, മരണം തൊണ്ടക്കുഴിയിൽ കറകറ ശബ്ദമായി മാറുന്നതിന് മുമ്പാണ് തൗബ സ്വീകരിക്കപ്പെടുക. അതിനുശേഷം പിന്നീട് ഇല്ല. പോയി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ഫകൈഫ കാന അദാബി വനുദുർ. ഇക്കാര്യങ്ങൾ പറയുന്നതിന് ഇടക്കാണല്ല ഈ 4 ചോദ്യങ്ങൾ, ഒരേ ചോദ്യം 4 വട്ടം പറഞ്ഞത്. വലഖദ് യസ്സർനൽ ഖുർആൻ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഖുർആൻ ഞാൻ വളരെ ലളിതമാക്കി. എന്തിനാണ്? ലിദ്ദിക്ർ. നാലാമത്തത് ലൂത്ത് കഴിഞ്ഞിട്ടല്ലല്ലോ ഫിറഔൻ. ആ ലൂത്താണ് നാലാമത്തത്. നാലാമത്തത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ് അല്ലേ? സ്വവർഗരതിക്കാരായ ഒരു സമുദായത്തെ അള്ളാഹു നടപ്പാക്കിയ ശിക്ഷയിൽ വെച്ച് ഏറ്റവും കൊടൂരമായ ശിക്ഷ എന്ന് പറയാവുന്ന രൂപത്തിൽ ഒരു ജനസമൂഹത്തിന്റെ മുഴുവൻ കാഴ്ച ശക്തി നിന്ന നിൽപ്പിൽ ഇവിടെ മാത്രം അത് പറയും, ഈ അധ്യായത്തിൽ മാത്രം നാം അവരുടെ കാഴ്ച എടുത്തു മാറ്റി. മുഅ്മിനീങ്ങളെ ഇപ്പോഴുള്ള ഈ 2 സാധനങ്ങളല്ലോ, അത് ചൊറുക്കിന് പിടിപ്പിച്ചതല്ല. പിന്നെന്തിനാ? കാണേണ്ടത് കാണാൻ, കാണേണ്ടത് കാണാൻ പിടിപ്പിച്ചതാ. ആ ലെൻസ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് അതിന്റെ ആ പ്രത്യേക കുതിരത്താണ് എടുത്തു മാറ്റാൻ അല്ലാഹ് വിചാരിച്ചാൽ കുൻ ഫയകൂൻ. എടുത്തു മാറ്റിയിട്ടും തീരാഞ്ഞിട്ട് ഭൂമി കീഴ്മേൽ മറിച്ചിട്ട് ഭൂമി കീഴ്മേൽ മറിച്ചിട്ടു. എന്നിട്ടും തീരാഞ്ഞിട്ട് ചുട്ട ഇഷ്ടിക കല്ലുകൊണ്ട് എറിഞ്ഞ് തകർത്തു. ചുട്ട ഇഷ്ടിക കൊണ്ട് എറിഞ്ഞ് തകർത്തു. ശിക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? വനുദുർ,
വേണ്ട വേണ്ടാന്ന് പലവട്ടം പറഞ്ഞതല്ലേ. ആ താക്കീതിന്റെ ഫലം എങ്ങനുണ്ട് എന്ന്. ഇത് മുഅ്മിനീങ്ങൾ അഞ്ചാമനായി ഈ 4 തവണയും ഫകൈഫ കാന അദാബി വനുദുർ എന്ന് പറഞ്ഞു. അഞ്ചാമനായി ഫിറഔൻ. ഈ 5 കൂട്ടരെയും പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞെന്തറിയോ, കുഫാറുക്കും ഖൈറും മിൻ ഉലൈക്കും അം ലക്കും ബറാഅത്തും ഫി സുബുർ. അത് പഠിച്ചോളി ആയത്. ആ കുഫാറുക്കും ഖൈറും മിൻ ഉലൈക്കും, അല്ല ഇവരെക്കാൾ മെച്ചപ്പെട്ട തെറ്റാണോ നിങ്ങളെ കൂട്ടത്തിലെ കാഫിറുകള്? സുബ്ഹാനല്ലാഹ്. ഇവരെക്കാൾ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ആൾക്കാരാണോ നിങ്ങളെ കൂട്ടത്തിലെ കാഫിറുകള്? അതോ അംലക്കും ബറാഅത്തും ഫി സബർ, വേദഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ നിങ്ങൾക്ക് വരൂല എന്ന് വല്ല ഒഴിവും കഴിവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആരോടാ? മുസ്ലിമീങ്ങളോടാണ്. നമ്മളാണ് അതിന്റെ ആൾക്കാര് അല്ലേ? ഇന്നൊന്നുകൂടി വായിച്ചാളേ, വലഖദ് യസ്സർനൽ ഖുർആൻ. നമ്മളിത് പഠിക്കണോ വേണ്ടേ? പഠിക്കൽ നിർബന്ധമാണ് അല്ലേ? എന്നാന്തുണ്ടാവില്ല? ദിക്റുണ്ടാവും, അള്ളാന്റെ ഓർമ്മ ഉണ്ടാവും. അള്ളാന്റെ ഓർമ്മ മാത്രം മതി ഒരാൾക്ക് നന്നാവാൻ അല്ലേ? ഫഹൽ മിൻ മുദ്ദക്കിർ. അതുകൊണ്ട് ആരെങ്കിലും തയ്യാറുണ്ടോ? നമ്മൾ തയ്യാറാണ് പഠിച്ചവനെ എന്ന് പറയാൻ നമുക്ക്. ഞങ്ങൾ തയ്യാർ. ഇതാണ് ഈ ആയത്ത് സൂറത്തിന്റെ പ്രത്യേക കണ്ടന്റ്. നമ്മളിത് വായിച്ചു പോയാൽ മതിയാവും ഇനി എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അവതരിപ്പിച്ചത്. ഇതിന്റെ അവസാനത്തിൽ ഒരു വാക്കുകൂടി, ഇതൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് അണയാൻ ശ്രമിച്ചാൽ അവർക്ക് അള്ളാഹുവിന്റെ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകി മുഖ്തദിർ, അള്ളാഹു എന്ന പരമശക്തനായ പ്രപഞ്ച സംവിധായകൻ അരികിൽ അവന്റെ പ്രത്യേകമായ കൃപാ കടാക്ഷങ്ങളുടെ പിന്തുണയിൽ അവന് സ്ഥാനമാനങ്ങൾ ഉണ്ടാകും. ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകി മുഖ്തദിർ. അതിനുള്ളതാണ് വലഖദ് യസ്സർനൽ ഖുർആൻ. അള്ളാഹു അങ്ങനെ ഖുർആൻ പഠിച്ച് ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി നമ്മളെ മാറ്റുമാറാവട്ടെ. ഇനി ഈ വിഷയത്തിൽ ഒന്നുകൂടി പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ജീവിത വ്യവസ്ഥയുടെ 2 അറ്റം. ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തെ അറ്റം ആഖിറത്താണ് ആണല്ലോ. ഇതിന്റെ നടുവിലുള്ളതാണ് റിസാലത്ത്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് എന്നാ നമ്മൾ പറയാ. തൗഹീദ് പറയാൻ എന്തുകൊണ്ട് തൗഹീദ് അനുഷ്ഠിക്കണം എന്നിടത്ത് മറുപടിയായി വരുന്നതാണ് ആഖിറത്ത്. ആഖിറത്ത് വിശദീകരിക്കുന്നിടത്ത് അവിടെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമായി പഠിപ്പിക്കുന്നതും തൗഹീദാണ്. ഇത് രണ്ടും പഠിപ്പിക്കാൻ റിസാലത്ത് നിർബന്ധവുമാണ്. ഇപ്പൊ ഈ 3 പോയിന്റിലാണ് ഖുർആൻ ഊന്നി നിൽക്കുക: തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. ആഖിറത്തുമായി ബന്ധപ്പെട്ടാണ് ഈ സൂറത്തിന്റെ ചർച്ച ആരംഭിക്കുന്നത്. എല്ലാത്തിനും എന്താണെങ്കിലും ഒരവസാനമുണ്ട്. ഖുസ്ബുന് സായിദത്തുൽ അയാദി എന്ന ഒരു മഹാപ്രഭാഷകൻ അറേബ്യൻ ഗൾഫിൽ ജീവിച്ചിരുന്നു. പ്രവാചകത്വത്തിനു മുമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് ഖുസ്ബുന് സായിദത്തുൽ അയാദി. അയാൾ മഹാപ്രഭാഷകനായിരുന്നു. അയാളുടെ പ്രസംഗങ്ങൾ തുടങ്ങുന്നത് പലപ്പോഴും അയ്യുഹന്നാസ് ഇസ്മഉ വഉ എന്നാണ്. ജനങ്ങളെ, എന്നെ കേൾക്കുവീൻ, ശ്രദ്ധിച്ചു പഠിച്ചോളൂ. ഇന്നഹു മൻ ആസ മാത്ത എന്നാണ് അയാൾ പറയാ. ഇന്നഹു മൻ ആസ മാത്ത, ജനിച്ചോ മരിക്കും. വമൻ മാത്ത ഫാത്ത, മരിച്ചോ അവനെല്ലാം നഷ്ടപ്പെടും. വകുല്ലു ശൈഇൻ ആത്തിൻ ആത്തിൻ, വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല, വരിക തന്നെ ചെയ്യും. ആരല്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കാലത്ത് ജീവിച്ച ആളല്ല, അതിന്റെ മുമ്പ് ജീവിച്ച ആളാ. ഇപ്പൊ ഞാൻ അവിടുന്ന് ഉദ്ധരിക്കാൻ കാരണം ഈ ഒരു പരലോക ചിന്ത.
മനുഷ്യന്റെ മനസ്സിൽ എന്നും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉസ്മാൻ സാഹിദിയെ പറഞ്ഞത്. ഉമയ്യത്ത് ബിൻ അബി സൽത്ത് എന്നൊരു കവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അത്രക്ക് തൗഹീദും ആഖിറത്തും പറയുന്ന ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാദ ഉമയ്യ അയുസ്ലിമ, ഉമയ്യ മുസ്ലിം ആകം എന്നിടത്തെത്തിയിരുന്നു. ആയില്ല, അതിന് മുമ്പ് പോയി. ഏകദേശം മുസ്ലിം ആകാനായിരുന്നു, ആയില്ല. അപ്പൊ ഈ ആഖിറത്ത് എന്നത് എല്ലാ മനുഷ്യന്റെയും മനസ്സിലുണ്ട്, പല കോലത്തിലാണ് എന്ന് മാത്രം. ഇസ്ലാം പഠിപ്പിക്കുന്ന ആഖിറത്ത് ഏത് സമയത്തും ആവാം എന്നതാണ്. ഏത് സമയത്തും വരാം. ഒരുപക്ഷെ നമ്മുടെ മരണത്തോടെ, അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാനത്തോടെ. ഇമ്മൽ അദാബു വ ഇമ്മസാ. പക്ഷെ ആഖിറത്ത് വരുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങളൊക്കെ പഠിപ്പിച്ചു. ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങൾ പഠിപ്പിച്ചു. അത് 3 തരമാണ്. അശ്റാത്തു സാഅത്തു സുഗ്റ, ചെറിയ ചെറിയ ലക്ഷണങ്ങൾ. വൽ കുബ്ര, വലിയ വലിയ ലക്ഷണങ്ങൾ. വൽ വുസ്ത, വലുതുമല്ല ചെറുതുമല്ലാത്ത തുടർന്നു കൊണ്ടേയിരിക്കുന്ന ലക്ഷണങ്ങൾ. ഇതിൽ കഴിഞ്ഞു പോയവക്കാണ് സാധാരണഗതിയിൽ ആദ്യം പരിഗണന കൊടുക്കുക. അങ്ങനെ ആഖിറത്തിന്റെ കഴിഞ്ഞുപോയ ലക്ഷണങ്ങളിൽ ഒന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ്. കാരണം അന്തിമ പ്രവാചകൻ ജനിച്ചുപോയി, ഇനിയൊരു പ്രവാചകൻ ജനിക്കുകയില്ല. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വമാണ്. അന്തിമ പ്രവാചകത്വവും സംഭവിച്ചു പോയി, ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. മൂന്നാമത്തത് അശറഫുൽ ഖൽക്കിന്റെ വഫാത്താണ്. ഇനി ആകാശ ലോകത്തുനിന്ന് വഹ്യ് വരാനില്ല. ചില്ലറ കാര്യമല്ല. നാലാമത്തത് സ്വഹാബത്തിന്റെ, അവസാനത്തെ സ്വഹാബത്തിന്റെയും വഫാത്താണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർ പോകുന്നു, കേട്ടവർ പോകുന്നു, റസൂലിനെ അനുഭവിച്ചവർ പോകുന്നു. ആ അനുഭവം ഇനി പറഞ്ഞു തരാൻ ആളില്ല. അത്ര വിശുദ്ധരായ ജനതയും ഇനി ജീവിക്കാനില്ല. ഖൈറുന്നാസി ഖർനി. ഇതിനൊന്നും നമ്മൾ പക്ഷെ എന്തായിട്ട് കണക്കൂട്ടിയിട്ടില്ല. കണക്കൂട്ടിയിരുന്നോ? നമുക്ക് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാന്ന് ആരെങ്കിലും കണക്കൂട്ടിയിരുന്നോ? ഇല്ല. എന്റെ ഗൗരവം ആലോചിച്ചോ. കാണി കാനത്ത് ബനൂ ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയാ കുല്ലമാ ഹലക നബിയുൻ ഖലഫ നബിയുൻ ബഅദഹു. ബനൂ ഇസ്രായേലിൽ 70ഓളം പ്രവാചകന്മാരുണ്ടായിരുന്നു. എക്കാലവും അവരെ നയിച്ചിരുന്നത് പ്രവാചകന്മാരാണ്. കുല്ലമാ ഹലക നബിയുൻ, എപ്പോഴൊക്കെ അവരിൽ ഒരു പ്രവാചകൻ മരണപ്പെട്ടുപോ, ഖലഫ നബിയുൻ ബഅദഹു, ആ നിമിഷത്തിൽ തന്നെ മറ്റൊരു പ്രവാചകൻ നിയോഗിക്കപ്പെടുമായിരുന്നു. വലാകിൻ ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം അങ്ങനെയൊന്നില്ല. എന്തെങ്കിലും ഒരു മതപരമായ സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയത്തിന് അതാത് സമയങ്ങളിൽ ഉത്തരം കൊടുക്കാൻ ആകാശത്തു നിന്ന് ഒരാൾ വന്നിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ. ആ വഴി അടഞ്ഞു. ഗൗരവത്തോടെ പഠിക്കേണ്ട സംഗതിയാണ്. അവിടെയാണ് സുന്നത്തിന്റെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് ഖുർആന്റെ ഫഹ്മു സ്വഹാബ, സ്വഹാബത്ത് എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയെന്നതിന്റെ പ്രാധാന്യം വരുന്നത് അവിടെയാണ്. അവർ നേർക്കുനേരെ അവരുടെ സംശയങ്ങൾ തീർത്തത് ആകാശ ലോകത്തു നിന്നുള്ള മറുപടികളിലൂടെയാണ്. ആ മറുപടി അതുപോലെ അംഗീകരിക്കുകയല്ലാതെ, ആ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കുകയല്ലാതെ നമ്മളെ സംശയങ്ങൾക്ക് ഉത്തരം നേടാൻ ഇനി നമുക്ക് വഴിയില്ല. ഈ സമുദായത്തിന് അപകടം വന്ന അപകടമാണത്. അതുകൊണ്ടാണ് അലൈക്കും ബിസുന്നത്തി എന്ന് പറഞ്ഞ് ബേജാറാവണ്ട,
എന്നെ പിടിച്ചാ മതി, എന്നെ മുറുകെ പിടിച്ചാൽ മതി, എന്റെ ജീവിതം സുന്നത്ത് മുറുകെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ. അങ്ങനെ നടന്ന സംഭവങ്ങളിൽ ഒന്നാണ് ചന്ദ്രൻ പിളർന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായ ഖിയാമത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന്, ഹിജറയുടെ 5 കൊല്ലം മുമ്പ്, അതായത് നുബുവത്തിന്റെ 8-ാം കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, പ്രബോധന ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ലാത്ത വന്ന കാലത്ത് എന്തെങ്കിലും ഒരു അത്യത്ഭുതമായ അമാനുഷിക ദൃഷ്ടാന്തം കാണിക്കാതെ നിന്റെ പ്രവാചകത്വം ഞങ്ങൾ അംഗീകരിക്കുകയോ നീ ഇവിടെ ഇക്കാര്യങ്ങൾ പറയുകയോ ചെയ്യാൻ പാടില്ല എന്ന് മക്ക ഖുറൈശികൾ കർശനമായി നിലപാടെടുത്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച മഹാത്ഭുതമായിരുന്നു ചന്ദ്രനെ 2 പിളർപ്പാക്കിയത്. അള്ളാഹുവിന്റെ അനുവാദപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഖുറൈശികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, പൂർണ്ണചന്ദ്രനെ നോക്കിയിട്ട് എന്നാൽ നോക്കിക്കോളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ വരച്ചു. ആ കൈവിരൽ പോകുന്നതിനനുസരിച്ച് ചന്ദ്രൻ ഇങ്ങനെ പിളർന്നു മാറി. ചില്ലറ പിളർപ്പല്ല, മലകൾക്കപ്പുറത്തേക്ക് ഒരു പിളർപ്പ് മാറി നിന്നു. ഒരു പിളർപ്പ് മക്കക്കാർക്ക് കാണാൻ പാകത്തിനും എന്ന, മക്കക്കാർക്ക് കാണാൻ പാകത്തിന് 2 ഭാഗം മാറി നിന്നാൽ അവരെന്ത് പറയും? അത് ഞങ്ങളെ കണ്ടുപിടിച്ചതാന്ന് പറയും. പക്ഷേ ഒരുപാട് ദൂരെ സഞ്ചരിക്കുന്ന അറബികൾക്കെല്ലാം കാണാവുന്ന രൂപത്തിൽ മലകൾക്കപ്പുറത്തേക്ക് അടുത്ത പകുതി മാറിപ്പോയപ്പോൾ ആരായിരുന്ന അറബികൾ 14-ാം രാവിൽ ചന്ദ്രൻ പകുതിയായി കണ്ട് ഭയപ്പെടുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. മക്കക്കാർ പറഞ്ഞു ഇത് മുഹമ്മദിന്റെ കൺകെട്ടാണ് എന്ന്. പക്ഷെ ആഴ്ചകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയ കച്ചവട സംഘങ്ങൾ പലരും അവർ കണ്ട ആ മഹാത്ഭുതം പങ്കിട്ടപ്പോൾ അറബികൾ വാ പൊളിച്ചു പോയി. വൻശക്കൽ കമർന്നാള്ള പറഞ്ഞു, ലോകാവസാനം അടുത്തിരിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നായ ചന്ദ്രൻ 2 പിളർപ്പാവുകയും ചെയ്തിരിക്കുന്നു. അവിടെയാണ് അത് ലോകാവസാനവുമായി ബന്ധപ്പെടുന്നത്. പുടിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഇക്കാര്യമല്ല പറയുന്നത് എങ്കിലും സൈറ്റുകളൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ ഒരു പിളർപ്പുണ്ടായത് പിന്നീട് ഒട്ടിച്ചു വെച്ചതുപോലുള്ള ഒരു അടയാളം അവിടെ കാണാം. അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും അല്ല, അത് അങ്ങനെയുള്ളത് അങ്ങനെ തന്നെയാണ് അതിന്റെ ഒറിജിനൽ എന്നും പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പുതിയ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്റെയൊക്കെ കയ്യിലുള്ള പഴയ കാലത്തെ പുസ്തകങ്ങളിൽ, പഴയ കാലത്ത് തന്നെ ഏറ്റവും അടുത്ത കാലത്ത് എഴുതപ്പെട്ട പരലോകവുമായി അന്ത്യദിനത്തിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട അശ്റാത്തു സാഅത്തിൽ കുബ്ര സുബ്ര, നിഹായത്തുൽ ആലം എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ ഉള്ള പുസ്തകങ്ങളിൽ ഈ ചിത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഖിയാമത്തുമായി ബന്ധപ്പെടുത്തിയാണ് ചന്ദ്രൻ പിളർന്ന സംഭവത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും ജീവിതവും ഞാൻ പറഞ്ഞല്ലോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യത്തെ, പ്രബോധന ജീവിതത്തെ, പ്രവാചകത്വത്തെ പരിചയപ്പെടുത്തിയത് ഖിയാമത്തുമായി ബന്ധപ്പെടുത്തിയാണ്. ബുഇസ്തു അന വസഅതുക ഹാത്തൈൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്റെ പ്രവാചകത്വ നിയോഗവും ഖിയാമത്തും നാളും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണെന്ന് അതിനെ 2 തരത്തിലാണ് വ്യാഖ്യാനിച്ചത്. ഒന്ന്, അകത്ത് നിന്നിരുന്ന 2 വിരലുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിവെച്ചു. ഇത്ര അടുത്താണ്, ഇനി അധികം കാലല്ല എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊന്ന്, ചൂണ്ടുവിരലിന്റെ അറ്റത്തു നിന്ന് നടുവിരലിന്റെ അറ്റത്തേക്കുള്ള ദൂരമേയുള്ളൂ ഖിയാമത്ത് നാളിലേക്ക് എന്റെ പ്രവാചകത്വം കഴിഞ്ഞാലുണ്ടാവുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ പ്രവചനം നടന്നിട്ട്, പ്രഖ്യാപനം നടന്നിട്ട് 1445 കൊല്ലം കഴിഞ്ഞു. അല്ലേ? മാബൈന ബേഴ്സത്തി വസാഅത്തി മാബൈനൽ അസ്രി വൽ മഗ്രിബ് എന്നാണ് മറ്റൊരു വചനം. എന്റെ പ്രവാചകത്വവും ലോകാവസാനവും തമ്മിലുള്ള അകലം
അസറും മഗ്രിബും തമ്മിലുള്ള അകലമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും പലരും പറയല് നേരം അസർ താണു അല്ലേ, പറയല്ലേ? വൈകുന്നേരമാനായി അതിനർത്ഥം. അസർ ബാങ്ക് വിളിച്ചിട്ട് അവസാനത്തെ അസർ ബാങ്കും വിളിച്ചിട്ട് 1435 കൊല്ലം കഴിഞ്ഞു. ഇനി ഒരു മഗ്രിബ് കാത്തുക്കാനായില്ലേ? ഇത് വിളിക്കുന്ന ഓരോ മഗ്രിബും അവസാനത്തേതാവാനുള്ള സാധ്യതയില്ലേ? ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് ഓർക്കാൻ, ആരുണ്ട് തിരിച്ചറിവുള്ളവരാവാൻ, ആരുണ്ട് ബോധോദയമുള്ളവരാവാൻ, ആരുണ്ട് ഉത്ബോധനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആരുണ്ട് മടങ്ങാൻ, ആരുണ്ട് ഒതുങ്ങാൻ, ആരുണ്ട് വിനയപ്പെടാൻ, ആരുണ്ട് തൗബ ചെയ്യാൻ, ആരുണ്ട് ഇസ്തിഗ്ഫാർ നടത്താൻ, ആരുണ്ട് ഇബാദത്തുകളിൽ പൂർണ്ണരാകാൻ ആഗ്രഹിക്കുന്നവർ, ആരുണ്ട് സമ്പത്തും ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് തയ്യാറെടുപ്പ് നടത്താൻ ആരുണ്ട്? ഫഹൽ മിൻ മുദ്ദക്കിർ. അത്തരക്കാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പക്ഷേ വഈറു ആയത്തൻ, എന്ത് കണ്ടാലും എന്ന് നമുക്ക് പറയാം. ചന്ദ്രൻ പിളർന്നാലും വേണ്ടില്ല, എന്ത് കണ്ടാലും ശരി. യഖൂലു, ഇസ്ലാമിന്റെ എതിരാളികൾ, അവിടെ മക്കാ മുശ്രിക്കുകളാണ് അവിടുത്തെ കാഴ്ചപ്പോയി ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അവരാണുള്ളത്. എന്ത് കണ്ടാലും ശരി മക്കാ മുശ്രിക്കുകൾ പറയുന്നത് യുഅരിളു, അവരതിനെയെല്ലാം അവഗണിക്കും. ആദ്യം ഖുർആനിനെ അവഗണിക്കുന്ന ഒരു സമുദായത്തോട് നമ്മൾ മക്കാ മുശ്രിക്കുകൾ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ അവഗണിച്ചതിനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതല്ലേ അതിനേക്കാൾ വലിയ അവഗണന. ഖുർആനെ അവഗണിക്കുന്നതല്ലേ, പ്രവാചകത്വത്തെ അവഗണിക്കുന്ന, തൗഹീദിനെ അവഗണിക്കുന്നതിനേക്കാൾ വലിയൊരു അവഗണന. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ്. അള്ളാന്റെ പേരിൽ കളവ് പറയാം, അള്ളാഹ് അവതരിപ്പിച്ചതിൽ കദബ അലല്ലാഹി, അള്ളാന്റെ പേരിൽ കളവ്. മനസല മിനൽ ഹഖ്. അപ്പൊ അവര് മക്കാ മുശ്രിക്കുകൾ ഇതിനെ അവഗണിച്ചു. നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ അവഗണിക്കുന്ന ആളുകളാവുന്നുവോ എന്നത് പേടിക്കണം. വയഖൂലു, അവർ പറയും സിഹറും മുസ്തമിർ, ഇത് നാട്ടിൽ നടപ്പുള്ള ഒരു മായാജാലം എന്നല്ലേ ഉള്ളൂ. ഓ, ഇതൊരു അതിനേക്കാളൊക്കെ വലിയ മായാജാലമായി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവർ പറയും. മനസ്സിലാവായിട്ടല്ല. ഖുർആൻ പറഞ്ഞെന്തറിയോ? വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസഹും. ഫിറഔനെ കുറിച്ചിട്ടാ പറഞ്ഞത്. ഫിറഔനിനെ മുൻകാലത്തുള്ള മഹാപേന്റെ ശത്രുക്കളെയും കുറിച്ചിട്ടാ പറഞ്ഞത്. വജഹദൂ ബിഹാ, അവർ തൗഹീദിനെയും പ്രവാചകത്വത്തെയും വേദഗ്രന്ഥങ്ങളെയും നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ വസ്തൈഖനത്ഹാ അൻഫുസഹും, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അല്ലാഹുവാണ് ഏകസത്യമെന്നത്, ഇത് പ്രവാചകനാണെന്നത്, ഇത് വേദഗ്രന്ഥമാണെന്നത്, ഈ ആദർശമാണ് ശരിയായത് എന്നത് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അവർ നിഷേധിച്ചു. ഉൽമൻ, അക്രമം കൊണ്ട്, കണ്ണു കാണാതെ അവർക്ക്, വഴുവൻ, അഹങ്കാരം കൊണ്ട്. അതാണ് പ്രശ്നം. എന്നിട്ടല്ല ഇതേ ചോദിച്ചു, ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. കുറ്റവാളികളുടെ അവസ്ഥ, അള്ളാഹുവിന്റെ നിയമങ്ങളെ കളവാക്കിയവരുടെ അവസ്ഥ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവരുടെ അവസ്ഥ, ആഖിബത്ത്, പരിണിതാവസ്ഥ, മരണാനന്തരം മരണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്ത് കണ്ടാലും ദുർന്യായങ്ങൾ പറഞ്ഞ് എത്ര ബോധ്യപ്പെട്ട സത്യത്തെയും തള്ളിക്കളയുക എന്നത് ഒരിക്കലും ആരുടെ സ്വഭാവം ആയിക്കൂടാ? മുസ്ലിമീങ്ങളുടെ സ്വഭാവമായിക്കൂടാ.
ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലു സമിഅനാ വഅതഅനാ. അല്ലാഹ് പറഞ്ഞു റസൂൽ പറഞ്ഞു എന്നാണ് ഉറപ്പായാൽ മുഅ്മിനീങ്ങളാണെങ്കിൽ അവർ പറയുന്നത് സമിഅന, കേട്ടു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, മനസ്സിലായി, വഅതഅന, അനുസരിക്കാൻ തയ്യാറുമാണ് എന്നായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഅനാ വഖൂലു ഉൻദുർനാ വസ്മഉ വലൗ അന്നഹും ഖാലൂ സമിഅനാ വഅതഅനാ ലകാന ഖൈറൻ ലഹും. മദീനയിലെ മുനാഫിക്കുകളെ പോലെ ജൂതന്മാരെ പോലെ മുഅ്മിനീങ്ങളെ ആവരുത്. അവർ റാണിന എന്നാ പറഞ്ഞത്. കളിയാക്കാനുള്ള ഒരു പ്രയോഗം കൂടിയാണത്. രണ്ടർത്ഥമുള്ള പ്രയോഗ. ഞങ്ങളുടെ ആട്ടിടയായ എന്നൊരർത്ഥം അതിനുണ്ട്. ഞങ്ങളെ ശ്രദ്ധിക്കണമേ, ഞങ്ങളെ ഞങ്ങളെ വഴി നടത്തുന്നവനെ എന്നൊരർത്ഥം അതിനുണ്ട്. ശത്രുക്കൾ അത് ഉപയോഗിച്ചത് ഇടയൻ എന്ന അർത്ഥത്തിലാണ്, ആട് നോക്കി എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് അത് പറയരുത് മുഅ്മിനീങ്ങള്. പിന്നെന്താ പറയേണ്ടത്? വലുവന്നഹും ഖാലൂ സമിഅനാ വഅത്വല്ലുർനാ ലകാന ഖൈറൻ ലഹും. കേട്ടു, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം എന്ന് പറയാ. മറ്റൊടത്ത് സമിഅനാ വഅതഅനാ, അനുസരിച്ചു എന്ന് പറയാ. അതാണ് നമ്മൾ. അപ്പൊ ഇതൊക്കെ നാട്ടിൽ നടപ്പുള്ള മായാജാലങ്ങളല്ലേ എന്നവർ പറയുകയും പടച്ച റബ്ബ് അംഗീകരിക്കുന്ന അവതരിപ്പിക്കുന്ന ആയത്തുകളെ അവർ നിഷേധിച്ച് തള്ളുകയും ചെയ്യും. അങ്ങനെ അവർ അള്ളാഹുവിന്റെ നിയമത്തെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹുവിന്റെ പ്രവാചകനെ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ, അതിലെ നിയമങ്ങളെ വക്കദ്ദബൂ, അവർ കളവാക്കും. വത്തബഉ, എന്നിട്ട് അവർ പിന്തുടരുന്നതോ അഹ്വാഅഹും, അവരുടെ തന്നിഷ്ടങ്ങളെ, വ്യാമോഹങ്ങളെ, ദേഹേച്ഛകളെ, ദുരാഗ്രഹങ്ങളെ ആയിരിക്കും. വല്ലാത്തൊരു പ്രയോഗമല്ലേ. അവർ വമൻ അദ്ലമ മിമ്മൻ ഇത്തബഅ ഹവാഹു, സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകളോളം അക്രമികളായവർ വേറെയുണ്ടോ എന്ന് ചോദ്യമാണ്. അവർ വേദഗ്രന്ഥത്തെ പിൻപറ്റാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ താങ്കൾ മനസ്സിലാക്കണം, അന്നഹും ഇത്തബഉ അഹ്വാഅഹും, അവർ സ്വാഭീഷ്ടങ്ങളെ, ദുർമോഹങ്ങളെയാണ് പിൻപറ്റാൻ ആഗ്രഹിക്കുന്നത്. അവർ നന്നാവൂല. അവർ പടച്ച റബ്ബുരാനെയും അവന്റെ വേദഗ്രന്ഥത്തെയും പ്രവാചകത്വത്തെയും കളവാക്കുകയും സ്വന്തം തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹ് അടിച്ചൊരു അടി എന്നറിയോ? ആയിക്കോട്ടെ, വകുല്ലു അംരി മുസ്തഖിർ, എയിലൊക്കെ പോയാലും വൈകുന്നേരത്ത് കിടന്നുറങ്ങിയ ഉറക്കം മുറുകണേ നമുക്ക് എവിടെ എത്തണം? പെരിയിലെത്തണം അല്ലേ? ഒരു ഹോട്ടലിൽ ഒരു AC റൂമിൽ കിടന്നാൽ ഉറക്കം വന്നെങ്കിൽ എനിക്ക് എന്റെ ബെഡുമ്പോ തന്നെ കിടക്കണം എന്ന് പറയലില്ലേ? എന്റെ അനുഭവം അതാട്ടോ. നമുക്ക് ഒരു സങ്കേതമുണ്ട്, മനസ്സിന് തൃപ്തിപ്പെട്ട ഒരു സങ്കേതം. അവിടെ എത്തിയാൽ തൃപ്തിയാവുള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു കേന്ദ്രമുണ്ട്, ഒരു മുസ്തഖറുണ്ട്, ഒരു സങ്കേതമുണ്ട്. എല്ലാത്തിനും ഉറച്ച ഒരു അവസാനമുണ്ട്. ആ അവസാനത്തിലേക്ക് ഇവരും എത്തും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിൻ്റെതായ ഒരു സ്ഥിരമായ കേന്ദ്രമുണ്ട്. അവിടെ ഇതെല്ലാം അവസാനിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇതിന്റെ ബാക്കി അവിടെ വെച്ച് കാണാം എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ അല്ലേ? അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അള്ളാഹു തീരുമാനമെടുക്കും. ഹാദാ യൗമുൽ ഫസ്ൽ, ഇതാണ് ആ ദിവസം, വിധി തീർപ്പിന്റെ ദിവസം. ജമഅനാകും വൽ അവ്വലീൻ,
ഈ വിധി തീർപ്പ് കേൾക്കാനും ഇതിന്റെ ഫലം അനുഭവിക്കാനും നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും ഞാൻ ഇവിടെ ഒരുമിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസത്തിന്റെ പ്രത്യേകത ഹാദായോമുലായദ്ദിഖൂൻ, ഇന്ന് മിണ്ടാൻ അനുവദിക്കാത്ത ദിവസമാണ്. വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ, അഥവാ അനുവാദം തന്നാൽ നിങ്ങൾ ഒഴിവോ കഴിവോ പറയുമെന്ന് എനിക്കറിയാം. അത് മിണ്ടാൻ സമ്മതിക്കൂല. വലഖദ് വകുല്ലു അംരിൻ മുസ്തഖിർ ഫകദ്ദബൂ വത്തബഉ അഹ്വാഅഹും വകുല്ലു അംരിൻ മുസ്തഖിർ. കളവാക്കാം, തന്നിഷ്ടം പോലെ ജീവിക്കാം, എന്തിനേയും പിന്തുടരാം, പക്ഷെ എല്ലാത്തിനും അവസാനിക്കാനുള്ള ഒരു കേന്ദ്രമുണ്ടെന്ന് ഓർമ്മ വേണം. വലഖദ് ജാഅഹും, തീർച്ചയായും അവർക്ക് വന്നിട്ടുണ്ട്, മിനൽ അംബാഇ, മതിയായ വിവരങ്ങൾ, മതിയായ വൃത്താന്തങ്ങൾ, മതിയായ ഉൾക്കൊണ്ട് തിരിച്ചറിവുള്ളവരായി നല്ലവരായി മടങ്ങാൻ ആവശ്യമായ എല്ലാ വർത്തമാനങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് വന്നിട്ടുണ്ട്. മഫീഹി മുസ്ദജർ, ഇപ്പോഴവർ നിലനിൽക്കുന്ന ഈ വൃത്തികേടുകളിൽ നിന്ന്, തെമ്മാടിത്തരങ്ങളിൽ നിന്ന്, ശിർക്കിൽ നിന്ന് അവർക്കത് ഉപേക്ഷിച്ച് മടങ്ങി, അതിനെ ഉപേക്ഷിച്ച് നന്മയിലേക്ക് മടങ്ങാൻ ആവശ്യമായ അത്രയും വിവരങ്ങൾ ഹിക്മത്തും ബാലിഗ, പൂർണ്ണ യുക്തിഭദ്രമായ രൂപത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇല്ലേ? കഴിഞ്ഞ 10-20 ദിവസത്തിനുള്ളിൽ ഉണ്ടായ 1-2 സംഭവങ്ങൾ ഞാൻ പറയാം. 1-2 ഒരുപാട് സംഭവങ്ങൾ. എന്റെ വീടിന്റെ അയൽപ്പക്കത്ത് രാത്രി വൈകുന്നേരത്ത് ആന 2 ഇറങ്ങും ഒരു ദിവസം കാട്ടാൻ. അതിനെ ഓടിച്ചു കയറ്റിയിട്ട് ആളുകളൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ കേൾക്കുന്നത് മറ്റൊരാളെ ആന ചവിട്ടിക്കൊന്നുന്നാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരലോകം വിശാലമാക്കുമാറാവട്ടെ. സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന, പള്ളിയിൽ വന്നുകൊണ്ടിരുന്നൊരു നല്ല മനുഷ്യൻ സ്വന്തം തോട്ടത്തിലേക്ക് പോയതാണ്. അവിടെ ചാന ചവിട്ടിക്കും. എന്റെ കൂടെ പഠിച്ചിരുന്നവരും എന്റെ താഴെ പഠിച്ചിരുന്നവരും മുകളിൽ പഠിച്ചിരുന്നവരുമായ 2 അധ്യാപകർ, ഒന്ന് നമ്മുടെ പള്ളി കമ്മിറ്റി സെക്രട്ടറിയാണ്, ഒന്ന് ആ പള്ളിയിലെ സ്ഥിരം മെമ്പറുമാണ്. ഒന്നിന് പിറകെ ഒന്നായി അറ്റാക്ക് ഉണ്ടായി മരിക്കുന്നു. ഇപ്പൊ എന്റെ പള്ളി കമ്മിറ്റി പ്രസിഡന്റിന്റെ ഭാര്യ, ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന് നാട്ടുവർത്തമാനങ്ങൾ പറയുന്നതിനിടയിൽ അവർക്ക് തൊണ്ടയിലെന്തോ ശ്വാസം കുടുങ്ങുന്നു. മക്കൾ തൊട്ടപ്പുറത്തുണ്ട്, ആംബുലൻസ് വരുത്തുന്നു, 10-20 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ എത്തിയത് മയ്യിത്താണ്. കഴിഞ്ഞ 10-20 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടുന്നാണ് മാറി നിന്നതിന്റെ ഇടയിൽ നിരന്തരം രാവിലെ നീച്ചാൽ ബേജാറായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വാട്സപ്പ് നോക്കിയാൽ ഒരു മരണം അല്ലെങ്കിൽ ഒരു അത്യാപത്താണ് കാണുന്നത്. വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ, അവർക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് വേദഗ്രന്ഥങ്ങൾ അവതീർണമായിട്ടുണ്ട്, അവർക്കത് വിശദീകരിക്കാൻ കാലാകാലങ്ങളിൽ ആവശ്യമായ സംവിധാനങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ആഴ്ചയിലൊരിക്കൽ പുതുക്കാനുള്ള, ഈമാൻ പുതുക്കാനുള്ള സാഹചര്യം വെള്ളിയാഴ്ച ജുമഅകളായി അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരന്തരം ആളുകൾ മരണപ്പെട്ടു പോകുന്നത് അവർക്ക് തിരിച്ചറിവുണ്ടാക്കാനുള്ള സംവിധാനമായി അല്ലാഹു കണ്ടിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലേ? വിവിധ തരങ്ങളിലുള്ള ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്നത് അവർക്ക് തിരിച്ചറിവുണ്ടാക്കാനുള്ള കാലം കഴിയുമ്പോൾ തിരിച്ചറിവുണ്ടാക്കാനുള്ള സംഗതിയാക്കിയിട്ടുണ്ട്. നമ്മൾ അഭിമാനം കൊണ്ടിരുന്ന ഹൈവേകൾ നമ്മുടെ തൊട്ട മുമ്പിൽ നമ്മളൊരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഒന്നുമല്ലാതാക്കി തീർക്കുന്ന നമ്മുടെ നിസ്സഹായത വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ, ഇപ്പോൾ നിലനിൽക്കുന്ന വൃത്തികേട്, നിലനിർത്തിക്കൊണ്ടുപോകുന്ന ദുസ്വഭാവങ്ങൾ ഇസ്തിജാർ ചെയ്യാൻ, ഉപേക്ഷിക്കാൻ
അതിനോട് അവജ്ഞ തോന്നാൻ, വെറുപ്പ് തോന്നാൻ, അകന്നു നിൽക്കാൻ ആവശ്യമായതെല്ലാം ഹിക്മത്തും ബാലിഗ, പൂർണ്ണ യുക്തിഭദ്രമായി തന്നെ റബ്ബ് നൽകിയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും അല്ലാഹ് പറയുന്നത് ഹുജ്ജത്തുഹും ദാഹിലത്തുൻ ഇൻദ റബ്ബിഹിം, അവരുടെ എല്ലാ ന്യായവാദങ്ങളും അവിടെ പൊളിഞ്ഞു പാളീസായി പോകുന്ന. ഞാൻ പറഞ്ഞില്ലേ, ജീവിക്കാൻ ആവശ്യമായ, തിരിച്ചറിവുണ്ടാക്കാൻ ആവശ്യമായ 10-40 കൊല്ലം അവിടെ തന്നിരുന്നു എന്നൊരു മറുപടി കിട്ടിയിട്ടുണ്ട്. അത് അയാളുടെ മറുപടിയല്ല, അത് ഖുർആൻ പറഞ്ഞതാണ്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. തിരിച്ചറിവുണ്ടാക്കാൻ ആവശ്യമായ ആയുസ് ഞാൻ തന്നിരുന്നില്ലേ, മുന്നറിയിപ്പ് നൽകാൻ ആളുകളെ നിയോഗിച്ചിരുന്നില്ലേ. ഫമാ തുഗ്നി നുദുർ, പക്ഷേ ആ മുന്നറിയിപ്പുകളൊന്നും അവർക്ക് ഗുണം ചെയ്തില്ല. ഏതുപോലെ നൂഹ് നബി 950 കൊല്ലം മുന്നറിയിപ്പ് നൽകി. അവിടുന്നാണ് നമ്മളന്ന് ക്ലാസ് തുടങ്ങിയത് അല്ലേ? ഹൂദ് നബി അലൈഹി സ്വലാം മുന്നറിയിപ്പ് നൽകി, സ്വാലിഹ് നബി അലൈഹി സ്വലാം മുന്നറിയിപ്പ് നൽകി, ലൂത്ത് അലൈഹി സ്വലാം മുന്നറിയിപ്പ് നൽകി, മൂസ അലൈഹി സ്വലാം മുന്നറിയിപ്പ് നൽകി, ഈസ അലൈഹി സ്വലാം മുന്നറിയിപ്പ് നൽകി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഫമാ തുഗ്നി നുദുർ, അതൊന്നും അബൂജഹലിന് അങ്ങോട്ട് മുൻഗാമികൾക്ക് ആർക്കും തൗഹീദിന്റെ ശത്രുക്കൾക്ക് ഉപകാരപ്പെട്ടില്ല. ഇപ്പോൾ മുസ്ലിം സമുദായവും അത് ഉപകാരപ്പെടാത്ത തരത്തിലേക്ക് പോകുന്നുവോ എന്നത് അവർ ബേജാറോടുകൂടി പരിശോധിക്കണം. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മളിപ്പോഴും നമ്മുടെ വഞ്ചിപ്പോഴും തിരുനക്കര തന്നെയാണെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതടുത്ത ആയത്തെന്താ നിങ്ങൾ ഫതവല്ലഅൻഹും, അവരെ വിട്ടേക്കുന്ന. സുബ്ഹാനല്ലാഹ്, മുന്നറിയിപ്പുകൾ ഉപകാരപ്പെടാതെ സ്വയം പ്രഖ്യാപിത ആദർശങ്ങളുമായി തന്നിഷ്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ വിട്ടേക്ക്, അവരിൽ നിന്ന് പിന്മാറിയേക്ക്. യൗമ യദ്ഉ ദാഇ, ഒരു വിളിക്കാരൻ അവര് വിളിക്കുന്ന ദിവസം വരാനിരിക്കുന്നു. എവിടുക്കാണ്? ഇലാ ശൈഇൻ നുക്ർ, വെറുപ്പുളവാക്കുന്ന, ബേജാറുണ്ടാക്കുന്ന, ഭയപ്പെടുത്തുന്ന കൊടിയ ശിക്ഷയുടെ ഒരു ദിവസത്തിലേക്ക്, ഒരു സന്ദർഭത്തിലേക്ക് അവരെ വിളിക്കാൻ ഒരാൾ വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും, വിശുദ്ധരായി ജീവിച്ചാൽ അവരുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ അവരോട് പറയും സലാമുൻ അലൈക്കും. അർത്ഥം ഞാൻ പറയണോ? വേണ്ട. എന്നിട്ട് ആ മലക്കുകൾ പറയാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ദുനിയാവിൽ പരസ്പരം കൈമാറിയത് സലാം. റബ്ബ് പ്രവാചകന്മാരിലൂടെ നമ്മളെ വിളിച്ചത് റബ്ബല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം അല്ലേ? മരണപ്പെടുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ പറയുന്നത് സലാം. അവർ സ്വർഗലോകത്തെത്തുമ്പോൾ അവിടെ അവർക്ക് ലഭിക്കുന്നത് വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും. അവിടെയും സലാം. വേണ്ടേ? എന്തൊരു ആഘോഷമാണ് അവിടെ, എന്തൊരു സന്തോഷമാണ് അവിടെ. ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികത്തു ളാലിമീ അൻഫുസിഹിം, അക്രമിയായി ജീവിച്ചാൽ ഓന്റെ മലക്ക്, ഓനെ പിടിക്കാൻ വരുന്ന മലക്ക് യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അടിച്ചടിച്ചടിച്ചാണ് കൊടുത്തത്. ഒരു രക്ഷയുണ്ടാവില്ല അല്ലേ? ഫതവല്ലഅൻഹും യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുക്ർ, അത്തരം ഒരു നാളിലേക്ക് അവർ വിളിക്കപ്പെടും. വിട്ടേക്കവരെ. അങ്ങനെ വിളിക്കപ്പെടുന്ന ആ ദിവസം ധരിക്കുന്നവരെ ഖുശഅൻ അബ്സാറുഹും,
അവർ വളരെ വിനയമുള്ള, കണ്ണുപോലും ഉയർത്താൻ പറ്റാതെ വളരെ വിനയമുള്ളവരായിട്ടാണ് അവിടെ വരിക. ഹുസ്സൻ അബ്സാറുഹും, വിനയം കൊണ്ടല്ല, മാനക്കേട് കൊണ്ട്, ബേജാറ് കൊണ്ട്, അപമാന ഭാരം കൊണ്ടാണ്. തല കുമ്പിട്ട് കണ്ണു താത്തി നിൽക്കേണ്ടി വരും. യഖ്റുജൂന മിനൽ അജ്ദാതി, അവരവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, കബറിടങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് എങ്ങനെയാണ്? കഅന്നഹും ജറാദും മുന്തശിർ, കൂടുവിട്ട കൂടൊഴിഞ്ഞ വെട്ടുകിളി പക്ഷികളെ പോലെ കൂട്ടം കൂട്ടമായി ഓടേണ്ടി വരും. കഅന്നഹും ഇലാ നുസുബി യൂഫിളൂൻ, ഒരു മത്സരയോട്ടക്കാരൻ അവന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടുന്നത് പോലെ. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ, കൂട്ടം കൂട്ടമായി അടിക്കും അവരെ, അടിച്ചു തെളിക്കും അവരെ. അവിടെ ചെന്നിട്ട് അവർ ചോദിക്കും, ഹത്താ ഇദാ വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ അലം യഅതികും റസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ, അല്ല നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിരുന്നില്ലേ, അള്ളാന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു തന്നിരുന്നില്ലേ, ഇങ്ങനെ ഒരു അപകടം വരാനിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് തന്നിരുന്നില്ലേ? ഖാലുബല, അല്ലാഹ് അപ്പോഴാണ് സമ്മതിക്കുക, വന്നിരുന്നു. പക്ഷേ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, ശിക്ഷയുടെ വാക്കാണ് സ്ഥിരപ്പെട്ടത്. പിരടി കുനിച്ചുകൊണ്ടാണ് അവർ വരിക. ഇലദ്ദാഴി, ആ വിളിയാളനരികിലേക്ക് അവർ വരിക. യഖൂലുൽ കാഫിറൂന, അന്നീ നിഷേധികൾ പറയും, ഹാദാ യൗമുൻ അസ്ർ, ഇന്ന് പ്രയാസത്തിന്റെ ദിവസമാണ്. അത്തരം ഒരു ദുരന്തത്തിൽ നിന്നാവും നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കാനും ഏറ്റവും നല്ലൊരു മരണം വരിക്കാനും റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അഈശത്തൻ നഖിയ്യ, ശുദ്ധമായ ജീവിതം നയിക്കാനും, വമീതത്തൻ സവിയ്യ, ഉത്തമമായ മരണം വരിക്കാനും, വമറദ്ദൽ ഗൈറ മുഖ്സിൻ വലാ ഫാലിഹിൻ, അപമാനിതനോ അപമാനിക്കപ്പെട്ടവനോ അല്ലാതെ ഒരു മടക്കം സിദ്ധിക്കാനും അല്ലാഹുവേ തൗഫീഖ് നൽകണേന. ആ പ്രാർത്ഥന ഒന്ന് പഠിച്ചേക്ക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈശത്തൻ നഖിയ്യ വമീതത്തൻ സവിയ്യ വമറദ്ദൻ ഗൈറ മുഖ്സിൻ വലാ ഫാലിഹിൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.